ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ട്യൂട്ടോറിയലുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഓൺലൈനിലൂടെ പലതരത്തിലുള്ള പല മാർഗങ്ങളിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നവരാണല്ലോ. എന്നാൽ നമ്മളിൽ 90% പേർക്കും അറിയാത്ത കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ലളിതമായി വലിയ ഒരു സംഖ്യ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ $50 ഏൺ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട്. ന്യായമായും ആരും ചിന്തിക്കും ഇതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആണോ അല്ലയോ എന്ന്. എന്നാൽ അല്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT ഫേമുകളിൽ ഒന്നായ ഗൂഗിൾ ആണ് ഇതിന് പിറകിൽ. IT ഭീമനായ ഗൂഗിളിൻ്റെ ഒരു സർവീസിനെ 100% നമുക്ക് വിശ്വസിക്കാമല്ലോ. മാത്രമല്ല, ഗൂഗിളിൻ്റെ തന്നെ പല പ്രൊഡക്റ്റുകൾ വഴിയും നമ്മൾ ക്യാഷ് സമ്പാദിക്കുന്നവരാണല്ലോ. ഉദാഹരണമായിട്ട് യൂട്യൂബ്, സ്വന്തമായി നമ്മൾ നിർമ്മിച്ച വീഡിയോസ് അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ അംഗമായാൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുമല്ലോ. അതുപോലെ ബ്ലോഗർ, വെബ്സൈറ്റ്സ് എന്നിവയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ വരുമാനം ആഡ്സെൻസ് എന്ന പ്രോഗ്രാം വഴി നമുക്ക് ലഭിക്കാനുള്ള മാർഗമുണ്ടല്ലോ. ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റായ പ്ലേ സ്റ്റോർ വഴിയും ഏൺ ചെയ്യുന്നവർ നമ്മളിൽ പലരുണ്ടല്ലോ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായി വളരെ ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു സർവീസിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി ഒരു രൂപ പോലും മുടക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ വേണ്ട എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തികച്ചും ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഈ സർവീസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ മൊബൈലിലോ ടാബ്ലറ്റിലോ ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ അത് സഹായകമാകും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കാൻ സാധ്യതയുള്ള ഗൂഗിളിൻ്റെ ഒരു സർവേ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. ഗൂഗിൾ എക്സ്പീരിയൻസ് റിസർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രോഗ്രാം തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും ഇതുവഴി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഫീൽഡിൽ user.research.google.com എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഗൂഗിളുമായി ആശയവിനിമയം നടത്താൻ സാധ്യമാക്കുന്ന ഗൂഗിളിൻ്റെ ഗൂഗിൾ എക്സ്പീരിയൻസ് റിസർച്ച് എന്ന വെബ് പേജിലേക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഡ്രൈവ്, കലണ്ടർ, യൂട്യൂബ് തുടങ്ങി ഗൂഗിളിൻ്റെ പല പ്രൊഡക്റ്റുകളെക്കുറിച്ചും നിങ്ങളുടെ അനുഭവം ഗൂഗിളുമായി പങ്കുവെക്കാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് കഴിയും. തങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ, തങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ പോരായ്മകളെ കുറിച്ചറിയാൻ ഗൂഗിളും ഈ സർവേയെ വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. മാത്രമല്ല, നമ്മൾ നൽകുന്ന സത്യസന്ധമായ ഫീഡ്ബാക്കിന് ഗൂഗിളിൽ നിന്നും നല്ലൊരു പാരിതോഷികവും പ്രതീക്ഷിക്കാം. ഗൂഗിൾ ഈ സർവേയെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ടാബ്ലറ്റിലോ ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ സർവേ എന്നും, അതല്ല ഗൂഗിളിൻ്റെ റിസർച്ച് ടീം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരികയോ അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ഓഫീസിൽ പോയി ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ ആണെങ്കിൽ ഓഫ്ലൈൻ സർവേ എന്നും വിഭജിച്ചിട്ടുണ്ട്. ഗൂഗിൾ യൂസർ റിസർച്ച് എക്സ്പീരിയൻസിൽ പങ്കെടുക്കുന്നതിന് മിനിമം 18 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കണമെന്ന് അവർ അനുശാസിക്കുന്നുണ്ട്. സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ഗൂഗിളിന്റെ ഒരു വെൽക്കം മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ലാംഗ്വേജ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യുവാനുള്ളതിനാൽ ഈ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്.
ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രാജ്യം സെലക്ട് ചെയ്ത ശേഷം താഴെ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഭാഷകളുടെ പേരുകളാണുള്ളത്. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഭാഷകൾ ഏതാണോ അത് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി കാണുന്ന ഫീൽഡിൽ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ഒരു പക്ഷേ ഗൂഗിളിൽ നിന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരാൻ സാധ്യതയുണ്ട്. ശേഷം നിങ്ങളുടെ സ്ഥലനാമം കൃത്യമായി എൻ്റർ ചെയ്യുക. ഇവിടെ ഒരു ഏജ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങളുടെ ഏജ് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, ശേഷം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ, ജെൻഡർ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ 4 ഓപ്ഷനാണുള്ളത്. ഇതിൽ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ചെയ്യാവുന്ന വർക്കുകളെ കുറിച്ചാണ് ഗൂഗിൾ ചോദിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെയും 4ാമത്തെയും ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഗൂഗിളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ ഇല്ലെങ്കിൽ നൺ ഓഫ് ദി എബോ എന്ന് ക്ലിക്ക് ചെയ്യുക. ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാനുള്ള ഓപ്ഷനാണ്. നൺ ഓഫ് ദി എബോ ക്ലിക്ക് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോവുക. ഇതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി എഗ്രി പ്രസ് ചെയ്ത് ബ്ലൂ ബട്ടൺ വീണ്ടും പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ലെറ്റർ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് വരുന്നതാണ്. ഇനി ഈ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സർവേ സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യാം. ഇവിടെ നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് ഈ റിസർച്ച് സ്റ്റഡി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിയിരിക്കുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് വഴിയാണോ അതല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയാണോ കിട്ടിയതെന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇനി നിങ്ങളുടെ വർക്ക് സ്റ്റാറ്റസിനെ കുറിച്ചാണ്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാണെന്ന് ഗൂഗിൾ ചോദിക്കുന്നത്.
നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഏത് തരം ഓർഗനൈസേഷൻ, ഏത് തരം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ ഗൂഗിളിന് താല്പര്യമുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഏതാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് എൻ്റർ ചെയ്യുക. ആ സ്ഥാപനത്തിൽ, ആ കമ്പനിയിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് അടുത്തതായിട്ട് ഗൂഗിൾ ചോദിക്കുന്നത്. നിങ്ങൾ അക്കൗണ്ടന്റ് ആണോ, അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണോ, നിങ്ങളുടെ ജോലിയുടെ ഓക്കുപേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ കമ്പനിയിൽ എത്രമാത്രം ജോലിക്കാർ, എത്രമാത്രം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അത് എൻ്റർ ചെയ്ത ശേഷം ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണോ അതല്ല ഏതെങ്കിലും കമ്പനി ബിസിനസ് ആണോ എന്ന് ചോദിക്കുന്നു. യെസ് എങ്കിൽ അത് കൊടുക്കാം, അതല്ലെങ്കിൽ നോ കൊടുക്കാം. എന്തെങ്കിലും സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് അടുത്തുള്ള ചോദ്യം. എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ബ്ലൂ ബട്ടൺ അമർത്തി മുന്നിലോട്ട് പോവാം. ഒരു സാധാരണ ആഴ്ചയിൽ ഏത് തരം ഡിവൈസുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് ഗൂഗിളിന് അറിയേണ്ടത്. നിങ്ങൾ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അതല്ല നിങ്ങൾ ക്രോം ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, നിങ്ങൾ ഏത് കമ്പനിയുടെ മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുക. ശേഷം ബ്ലൂ ബട്ടൺ അമർത്തുക. അടുത്തതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ സോഫ്റ്റ്വെയർ OS ഏതാണെന്നാണ് അന്വേഷിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ്, അതല്ലെങ്കിൽ അതേഴ്സ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിൽ അത്, അറിയില്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഇതൊന്നും അല്ലാതെ മറ്റെന്തെങ്കിലും ഡിവൈസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. നിങ്ങൾ സ്മാർട്ട് TV ഉപയോഗിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ക്രോം കാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം. ഗൂഗിളിന്റെ ഈ 3 മാസത്തിനുള്ളിൽ ഗൂഗിളിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആഡ്സെൻസ്, ഗൂഗിൾ ഡ്രൈവ്, ആഡ്വേർഡ്സ്, ഗൂഗിൾ എർത്ത്, ഗൂഗിൾ ഹോം തുടങ്ങി പല തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. ഇതിൽ ഏതെല്ലാം നിങ്ങൾ ഈ 3 മാസത്തിനുള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തുടങ്ങി ഏകദേശം 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ചോദ്യോത്തരങ്ങൾ വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചും അവ എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണുന്നു എന്നും ഈ സർവേയിലൂടെ ഗൂഗിളിന് സഹായകമാകും.
ഒരു താങ്ക് യു മെസ്സേജ് വരുന്നതോടുകൂടി ഗൂഗിൾ റിസർച്ച് എക്സ്പീരിയൻസ് പ്രോഗ്രാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ഈ വർക്കിന് നിങ്ങളുടെ സത്യസന്ധത ഗൂഗിളിന് ബോധ്യമായാൽ തീർച്ചയായും $50 കുറയാത്ത ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട.